ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയത് ഒരു കുഴപ്പമില്ലാത്തൊരു എന്തൊക്കെയോ അതിൽ കാര്യങ്ങളുണ്ട്. ഓരോ വ്യക്തിയും അവരവരുടെ ജീവിത സാഹചര്യങ്ങളുമായി മല്ലിടുകയാണ്. അതുകൊണ്ട് തന്നെ പല നിശബ്ദതകളും ഈഗോ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്താ അല്ലേ? കാരണം എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത്? അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പോകുന്ന ആൾക്കാർ വരെ നമ്മുടെ ഇടയിലില്ലേ? ഓക്കെ, പ്രശ്നങ്ങൾ എവിടെയുണ്ടെന്നോ അന്വേഷിച്ച് ചാടി പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഞാനൊരു കാര്യത്തെ വളരെ ലഘൂകരിച്ച് പറയല്ല. നമ്മുടെ ലൈഫിൽ പലതരം പ്രശ്നങ്ങൾ നമ്മളുടെ ജനനം തൊട്ട് മരണം വരെയും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് തോന്നും നമ്മുടെ മരണം കഴിഞ്ഞാലും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുന്നു, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നു. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങൾ പോവും. ഈ പല ആൾക്കാരും പറയുന്ന പോലെ ഈ സമയം കടന്നു പോകും ഡെഫിനറ്റ്ലി. പക്ഷേ ഇതിൽ സെക്കൻഡ് പോയിൻ്റ് വളരെ വൈറ്റലായിട്ടുള്ളൊരു പോയിൻ്റാണ്. അതായത് അവിടെ പറയാണ്, അങ്ങനെ ആ പോരാട്ടത്തിനിടയിൽ നമ്മുടെ നിശബ്ദതകൾ ഈഗോ ആണെന്ന് കരുതരുത്. അതൊരു ഭയങ്കര ഹംബിൾ ഫ്രം ദ ഹാർട്ട് ആ വ്യക്തിയുടെ, അല്ലേ? അങ്ങനെയൊന്നും കാണില്ല. കാരണം എല്ലാവർക്കും മനസ്സിലാവും ഒരാളുടെ ഒരു പ്രശ്നങ്ങളും ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഫേസ് ചെയ്യാത്ത ആരാ ഉള്ളത്? സാമ്പത്തിക സമ്പന്നനാവട്ടെ, സാംസ്കാരിക സമ്പന്നനാവട്ടെ, വിദ്യാഭ്യാസ സമ്പന്നനാവട്ടെ, ഇനി ഈ സോക്കോൾഡ് കുലമഹിമ, ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. അങ്ങനെയുണ്ടെങ്കിൽ അവർക്കുണ്ട് പ്രശ്നങ്ങൾ പലവിധമാണ് ഈ ഉലകിൽ എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങൾ അതിൻ്റെ വഴിക്ക് പോട്ടെ, നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക. നമ്മുടെ സൗഹൃദങ്ങളും നമ്മുടെ സന്തോഷവും ചിലപ്പോൾ നമ്മൾ വളരെ പൂരിതമായി നിൽക്കുന്നൊരു സാഹചര്യത്തിലായിരിക്കും നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മൾ ഒറ്റപ്പെടാതെ ആ ക്രൗഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളങ്ങ് സ്വാഭാവികമായിട്ട് തന്നെ ഒരു എനർജിയും ഊർജ്ജവും ഒരു തേജസ്സൊക്കെ നമുക്ക് വന്ന് ഭവിക്കില്ല എന്നില്ല. എനിക്കുണ്ടാവാറുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുടെ മേലെ ടെറസിലൊക്കെ കയറി പോയിട്ട് ഡ്രൈനേജിൻ്റെ അവിടുത്തെ പൊടികളും കാര്യങ്ങളൊക്കെ എന്താ നീക്കി കളയാനോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ എപ്പോഴും ഇൻവോൾവ് ചെയ്യും. അപ്പോൾ ഇൻവോൾവ് ചെയ്തത് പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ അതിൻ്റെ വഴിക്ക് പോയിട്ടില്ലായിരിക്കാം. പക്ഷെ മനസ്സ്, ഈ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ട മനസ്സ് വളരെ റിലാക്സ് ആവാൻ ചാൻസ് കൂടുതലാണെന്നാണ് എൻ്റെ അനുഭവം. നിങ്ങളുടെ അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെ തന്നെ ആണോ നിങ്ങളുടെ? ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ പറയുന്നു, കിട്ടുന്ന ഏത് മുഹൂർത്തവും നമ്മുടേതാണ് നമ്മൾ കരുതിക്കൊണ്ട് അതിൽ നമ്മുടേതായ രീതിയിലൊരു സന്തോഷം കണ്ടെത്തുക, എൻജോയ് ചെയ്യുക. അത്രേ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം ഉണ്ണീശ്വർ.